യേശു ക്രിസ്തുവിൻ്റെ ധന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. അനുഗ്രഹവും പ്രശാന്തവുമായ നല്ല ദിനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. പ്രത്യേകിച്ചും തിരുവചനത്തിൽ നിന്നൊരു ആത്മീയ ചിന്ത പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനങ്ങൾ 37 അധ്യായം അതിൻ്റെ 4 വാക്യം. 37 സങ്കീർത്തനം 4 വാക്യം. ആ വാക്യം ഇങ്ങനെയാണ്: യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. ശ്രദ്ധിക്കണം, യഹോവയെ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. പൂർണ്ണമായിട്ടും ദൈവത്തിൽ തന്നെ നാം രസിച്ചു കൊള്ളണം. എങ്ങനെയാണ് ദൈവത്തിൽ രസിക്കേണ്ടത്? ദൈവവചനം വായിച്ചും ദൈവവചനം പഠിച്ചും അതുപോലെ പ്രാർത്ഥിച്ചും ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾക്ക് നാം മുന്നിൽ നിന്നുകൊണ്ട് ദൈവത്തിനൊരു വൻ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ അത് ദൈവം പ്രസാദിക്കുന്ന ഒരു രസമായിട്ട് മാറുകയാണ്. സഹോദരങ്ങളെ, പ്രത്യേകിച്ച് ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണോ? നിങ്ങൾ വേദപുസ്തകം വായിക്കുന്നവരാണോ? അങ്ങനെയെങ്കിൽ ഒരിക്കൽ കൂടെ നിങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിച്ച് നിനക്ക് തരും. അപ്പോൾ യഹോവയിൽ രസിച്ചു കഴിഞ്ഞാൽ നിന്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, അത് ദൈവം നിനക്ക് തരിക തന്നെ ചെയ്യും. വേഗത്തിൽ ഒരു അനുഗ്രഹം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ, ദൈവം എന്നെ അനുഗ്രഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, ദൈവത്തിൽ രസിച്ചു കൊള്ളുക, വേദപുസ്തകം വായിക്കുക, പ്രാർത്ഥിക്കുക, അനുദിനമുള്ള നീയും യേശുവും തമ്മിലുള്ള ബന്ധത്തെ വർദ്ധിപ്പിക്കുക. ഇങ്ങനെ ഈ 3 കാര്യം നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ചില അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വെളിപ്പെട്ട് വരും. ആ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ തക്കവണ്ണം നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.